ഹലോ ഗൈസ്, വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് കോഡിംഗ് ലോകം. കഴിഞ്ഞ എപ്പിസോഡല്ല, നമ്മൾ ആപ്ലിക്കേഷൻ നിർത്തിയത് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇൻഫൈനൈറ്റ് സ്ക്രോളിംഗ് വ്യൂ വെച്ചിട്ടാണ് നമ്മൾ ആപ്ലിക്കേഷൻ, അതായത് നമ്മൾ സ്റ്റാർട്ടപ്പ് നെയിം ജനറേറ്റർ നിർത്തി വെച്ചത് അവിടെ വെച്ചാണ്. ഇനി ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ പറയാൻ പോകുന്നത് ഒരു പുതിയൊരു പേജ്, ആ ഒരു ആപ്ലിക്കേഷന്റെ കൂടെ പുതിയൊരു പേജ് ആഡ് ചെയ്യണം. നമ്മൾ ഇഷ്ടംപോലെ സ്റ്റാർട്ടപ്പ് നെയിംസ് ഉണ്ടല്ലോ, അതിൽ നമുക്ക് ഫേവറേറ്റ് ആക്കിയിട്ട് കുറച്ച് സ്റ്റാർട്ടപ്പ് നെയിം സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. അപ്പോൾ ഈ ഫേവറേറ്റ് ആക്കി അല്ലെങ്കിൽ ലൈക്ക് ചെയ്ത് വെച്ചിട്ടുള്ള സ്റ്റാർട്ടപ്പ് നെയിംസ് നമുക്ക് വേറൊരു പേജിൽ കാണാനുള്ള ഒരു ഓപ്ഷൻ, അതായത് മൾട്ടിപ്പിൾ പേജാണ് നമ്മളിപ്പോൾ സെറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ നമ്മൾ ആപ്ലിക്കേഷൻ ചേഞ്ച് ആക്കാൻ മൾട്ടിപ്പിൾ പേജിലോട്ട്, അതായത് 2 പേജിലോട്ട് ചേഞ്ച് ആക്കാനുള്ള ഒരു ഫംഗ്ഷനാലിറ്റിയാണ് നമ്മൾ ഇപ്പോൾ നോക്കാൻ പോകുന്നത്. ഇപ്പോൾ നമ്മൾ ചെയ്തു വെച്ചത് ഇത്രയും കാര്യങ്ങളാണ്. ഈ ഒരു സ്റ്റാർട്ടപ്പ് നെയിം, ആപ്ലിക്കേഷൻ്റെ ആപ്പ് ബാർ ഉണ്ട്, പിന്നെ ഇൻഫൈനൈറ്റ് സ്ക്രോൾ വെച്ചിട്ട് ഈ സ്റ്റാർട്ടപ്പ് നെയിംസ് ലിസ്റ്റ് ചെയ്യാൻ. ഇത്രയും കാര്യങ്ങൾ ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിലായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. ഇനി ഇതിനെന്താണ് ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഒരു ഐക്കൺ കൊടുക്കും. ഓരോ സ്റ്റാർട്ടപ്പ് നെയിംസും ഫേവറേറ്റ് ആക്കി ചൂസ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ലൈക്ക് കൊടുക്കുന്നത്, അതേപോലെ നമ്മൾ ഫേസ്ബുക്കിൽ ലൈക്ക് ചെയ്യുന്ന പോലെ ഒരു ലൈക്ക് ചെയ്യാനുള്ള ഒരു ബട്ടൺ ഇവിടെ കൊടുക്കും. ആ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു സ്റ്റാർട്ടപ്പ് നെയിം ഫേവറേറ്റ് ആയി, അതായത് അത് നമ്മൾ സേവ് ചെയ്ത് എടുത്തു വെക്കും. എന്നിട്ട് ഇവിടുത്തെ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പേജിലോട്ട് അത് പോയിട്ട് ആ ഒരു ഫേവറേറ്റ് ആക്കി വെച്ചിട്ടുള്ള സ്റ്റാർട്ടപ്പ് നെയിംസ് ലിസ്റ്റ് ആവും. ഇത്രയാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ പ്രധാനമായി ഉദ്ദേശിക്കുന്നത് മൾട്ടിപ്പിൾ പേജ് വെച്ചുകൊണ്ടുള്ള ഒരു ആപ്ലിക്കേഷൻ. ഈ ഒരു ഗോളിൽ തന്നെയാണ് പുതിയൊരു കാര്യം ആഡ് ചെയ്യാൻ പോകുന്നത്. ഉണ്ടാക്കി വെച്ച ആപ്ലിക്കേഷനിലേക്ക് ഒരു പുതിയ റൂട്ട് ആഡ് ചെയ്യാണ്. റൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു പേജ് ഫേവറേറ്റ് ആക്കി വെച്ചിട്ടുള്ള സ്റ്റാർട്ടപ്പ് നെയിംസ് അവിടെ മാത്രം ലിസ്റ്റ് ആവും. നമുക്ക് നേരെ കാര്യത്തിലോട്ട് കിടക്കാം. ഇവിടെ ഒരു ഐക്കൺ കൊണ്ടുവരാം. ഫേവറേറ്റ് ചെയ്യാനും വേണ്ടി ഐക്കൺ കൊണ്ടുവരികയാണ്. ഈ ഒരു നെയിംസിന്റെ റൈറ്റ് സൈഡിൽ ഒരു ഐക്കൺ കൊണ്ടുവരാം. ലിസ്റ്റ് ടൈലാണ് നമ്മൾ മോഡിഫൈ ചെയ്യാൻ പോകുന്നത്. ഈ ലിസ്റ്റ് ടൈലാണ് ഈ കാണുന്ന ഓരോ ലിസ്റ്റും. അപ്പോൾ ഈ ലിസ്റ്റ് ടൈലിൽ നമ്മളൊരു എക്സ്ട്രാ ഒരു വിഡ്ജറ്റ് കൂടി ആഡ് ചെയ്തിട്ട് അവിടെ ഒരു ഐക്കൺ കൊണ്ടുവരികയാണ്. സോ നമ്മൾ ഈ ലിസ്റ്റ് ടൈല് എഡിറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഈ ലിസ്റ്റ് ടൈലിൽ ഫസ്റ്റ് കാണുന്ന ടെക്സ്റ്റ് എന്ന് വിഡ്ജറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മളൊരു ഇവിടെ ട്രെയിലിംഗ്, അപ്പോൾ നമ്മൾ ട്രെയിലിംഗ് ആയിട്ട് ഒരു വിഡ്ജറ്റ് ആഡ് ചെയ്യും. ട്രെയിലിംഗ് എന്ന് ടൈപ്പ് ചെയ്യുക, അല്ലെങ്കിൽ ട്രെയിലിംഗ് കൊടുത്തിട്ട് ഇവിടെ ഒരു ഐക്കൺ നമ്മൾ ആഡ് ചെയ്യണം. ഐക്കണിൽ ഐക്കൺ ഡോട്ട് എന്തെങ്കിലും ഒരു ഐക്കണിന്റെ പേര് കൊടുക്കണം. അപ്പോൾ ഐക്കൺ നമ്മൾ പണ്ട് പറഞ്ഞ് എടുത്തു വെച്ചിട്ടുള്ള ആ ഒരു വെബ് പേജ് എടുത്തിട്ട് ഒരു ഐക്കൺ ചൂസ് ചെയ്യുക. അപ്പോൾ ഇതാണ് ഗൂഗിൾ ഫോണ്ടിന്റെ fonts.google.com/icons എന്ന പേജ്. അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഈ ഒരു ഫേവറേറ്റ് നമ്മൾ ഇത് ചൂസ് ചെയ്യണം. ഈ ഒരു ഫേവറേറ്റ് എന്ന ഈ ഐക്കണാണ് നമ്മൾ ചൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫേവറേറ്റിനെ നമ്മൾ എടുത്തിട്ട് ഇവിടെ നമ്മളെ കോഡിൽ കൊണ്ടുപോയിട്ട് ഇടുകയാണ്. ഐക്കൺ അല്ല, ഐക്കൺസ് ഡോട്ട് ഫേവറേറ്റ്. പ്രിഫർ കോൺസ്റ്റ് വിത്ത് കോൺസ്റ്റന്റ് കൺസ്ട്രക്ടർ. നമ്മൾ കോൺസ്റ്റ് കൊടുത്ത് നോക്കാം. അപ്പോൾ ഫേവറേറ്റ് ആയിട്ടുള്ള ഐക്കൺ നമ്മൾ ആഡ് ചെയ്തപ്പോൾ നമ്മളെ ഹോട്ട് റീലോഡ് വർക്കായി. ഓരോ പേജിലും ഓരോ ഇൻഫിനിറ്റ് സ്ക്രോളിന്റെ ആ ഒരു പേജിലെല്ലാം ഐക്കൺ വന്നിട്ടുണ്ട്, അതായത് നമ്മളെ ഫേവറേറ്റ് ഐക്കൺ വന്നിട്ടുണ്ട്. ഇനി ഇതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ബാക്കി കാര്യങ്ങൾ അങ്ങനെ ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ ഇനി ഈ ഒരു ഐക്കണ ഒന്നുകൂടി ഒന്ന് നന്നാക്കേണ്ടതായിട്ടുണ്ട്. ഒരു വൃത്തിക്ക് അല്ലെങ്കിൽ നല്ലൊരു ഫോർമാറ്റ്, നല്ല സ്റ്റൈലാക്കി ഈ ഐക്കണ മാറ്റേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഐക്കണിൽ നമുക്ക് കളർ ആഡ് ചെയ്യാം, പിന്നെ ഈ ഒരു സെമന്റിക് ലേബലും ആഡ് ചെയ്യാം. കളേഴ്സ് ഡോട്ട് റെഡ് കളർ ഏതെങ്കിലും, ഇതിൽ ഇഷ്ടം പോലെ കളേഴ്സ് കാണുന്നുണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒന്ന് കൊടുക്കുക. നമുക്കൊരു റെഡ് കളർ യൂസ് ചെയ്യാം. റെഡ് കൊടുത്തു. ഇനി സേവ് അടിച്ചു കഴിഞ്ഞാൽ റെഡ് കളറായി മാറി. ഇനി ഒരു സെമന്റിക് ടൈറ്റിൽ കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇവിടെ വെച്ച് കഴിഞ്ഞാൽ കാണാൻ പറ്റും സെമന്റിക് ലേബൽ. ഓക്കെ, അപ്പോൾ ഈ സെമന്റിക് ലേബൽ എന്താണെന്ന് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും. ഇവിടെ വെച്ച് നോക്കുമ്പോൾ ഒന്നും ഈ ഒരു ഫേവറേറ്റ് എന്ന് പ്രിന്റ് ആവുന്നൊന്നുമില്ല. അപ്പോൾ എന്താണ് ഈ സെമന്റിക് ലേബൽ? ഈ സെമന്റിക് ലേബൽ എന്ന് പറഞ്ഞാൽ നമ്മൾ അക്സസിബിലിറ്റി ഓൺ ആക്കി കഴിഞ്ഞാൽ, കാഴ്ചശക്തി കുറവുള്ളവർക്ക് ഈ ഒരു ടെക്സ്റ്റ് അനൗൺസ് ചെയ്ത് വരുമല്ലോ, അക്സസിബിലിറ്റി ഓൺ ആക്കി കഴിഞ്ഞാൽ. അപ്പോൾ അനൗൺസ് ചെയ്യാനുള്ള വേർഡാണ്, അല്ലെങ്കിൽ അനൗൺസ് ചെയ്യാനുള്ള ഒരു കാര്യമാണ് ഈ സെമന്റിക് ലേബൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് UAയിൽ ഡിസ്പ്ലേ ആവില്ല, അതായത് നമ്മൾ ആപ്ലിക്കേഷനിൽ ഡിസ്പ്ലേ ആവില്ല. ആക്സസിബിലിറ്റി സെറ്റിംഗ്സ് അതിൽ പോയിട്ട് നമ്മൾ അനൗൺസ്മെന്റ് ഒക്കെ ഓൺ ആക്കി കഴിഞ്ഞാൽ ഈ ഒരു സ്ട്രിങ്
അവര് അനൗൺസ് ചെയ്യും, അതായത് ആപ്ലിക്കേഷൻ അനൗൺസ് ചെയ്യും. അതിനു വേണ്ടിയിട്ടാണ് സെമന്റിക് ലാബിൽ ഉപയോഗിക്കുന്നത്. ഇനി നമ്മൾ എന്താണ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഈ ഒരു ഇപ്പോൾ ഇതൊരു ഫേവറേറ്റ് ആക്കിയ പോലെയാണ് നമ്മൾ ഈ ഒരു കളേഴ്സ് ഡോട്ട് റെഡ് നമ്മൾ ആഡ് ചെയ്തത്. മീൻസ് ഒരു വട്ടം ഫേവറേറ്റ് ആക്കിയാൽ നമ്മൾ ഒരു ചുവപ്പ് കളറിലാണ് ഇത് കത്തിക്കാൻ പോകുന്നത്. നമ്മൾ ഒന്നും ആഡ് ചെയ്തിട്ടില്ലല്ലോ. അപ്പോൾ ഒന്നും ആഡ് ചെയ്യാത്തത് കൊണ്ട് ഇപ്പൊ ഈ ചുവപ്പ് കളർ എടുത്ത് ഒഴിവാക്കണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു സ്റ്റാർട്ടപ്പ് നെയിം ആഡ് ചെയ്തോ ഇല്ലേ എന്ന് ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പൊ അതെങ്ങനെ ചെയ്യും, ഓൾറെഡി ആഡ് ചെയ്തിട്ടുണ്ടോ ഇല്ലേ എന്ന് കാണിക്കാൻ അല്ലെങ്കിൽ എടുത്തു വെക്കാൻ നമ്മളൊരു വേരിയബിൾ ഇടുന്നുണ്ട്. ഫൈനൽ ഓൾറെഡി സേവ്ഡ് സേവ് ഈക്വൽ ടു, ഇപ്പൊ നമ്മൾ ജസ്റ്റ് ഫാൾസ് കൊടുക്കുകയാണ്. അപ്പോൾ ഓൾറെഡി സേവ്ഡ് ഫാൾസ് ആണ്. അപ്പോൾ ഓൾറെഡി സേവ്ഡ് ഫാൾസ് ആണെങ്കിൽ നമുക്ക് ഈ ഒരു ഐക്കൺ ഫേവറേറ്റ് മാറ്റി ഫേവറേറ്റ് അണ്ടർസ്കോർ ബോർഡർ കൊടുക്കാം. അപ്പോൾ മെറ്റീരിയൽ സിമ്പിൾ എന്ന് മാറ്റി മെറ്റീരിയൽ ഐക്കൺ മാറ്റി കഴിഞ്ഞാൽ ഈ ഫേവറേറ്റ് ബോർഡർ എന്നുള്ള ഐക്കൺ കാണാൻ പറ്റും. ഈ ഒരു ഐക്കണിന്റെ പേരാണ് ഫേവറേറ്റ് അണ്ടർസ്കോർ ബോർഡർ. ഇതിന്റെ ഫോണ്ട്, ഇതിനെ എങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുന്നത് അതിന്റെ ഡീറ്റെയിൽസ് ആണ്. നമുക്ക് കോപ്പി എടുത്തിട്ട് ഇവിടെ കൊണ്ടുപോയിട്ട് ഇടാം. ഇവിടെ ഓൾറെഡി സേവ്ഡ് ആണോ, ആണെങ്കിൽ ഫേവറേറ്റ് കാണിക്കുക, അല്ലെങ്കിൽ ഫേവറേറ്റ് അണ്ടർസ്കോർ ബോർഡർ. അതെങ്ങനെ ചെയ്യും, അപ്പോൾ ഇങ്ങനെ ഒരു മെത്തേഡ് ഉണ്ട്. അപ്പോൾ ഓൾറെഡി സേവ്ഡ്, ഇതിന് മുമ്പായിട്ട് ഓൾറെഡി സേവ്ഡ് എന്ന് കൊടുക്കുക, ക്വസ്റ്റ്യൻ ചിഹ്നം ഇടുക. അപ്പോൾ ഓൾറെഡി സേവ്ഡ് ട്രൂ ആണെങ്കിൽ ഐക്കൺസ് ഡോട്ട് ഫേവറേറ്റ്, അല്ലെങ്കിൽ ഐക്കൺ ഡോട്ട് ഫേവറേറ്റ് ബോർഡർ എന്നായി മാറും. അപ്പോൾ ഇത് സേവ് അടിച്ചു കഴിഞ്ഞാൽ ഹോട്ട് റീലോഡ് സംഭവിച്ചു കഴിഞ്ഞാൽ എന്താവും എന്ന് നോക്കാം. ഇവിടെ എന്തോ എറർ കാണിക്കുന്നുണ്ട്, ഇൻവാലിഡ് കോൺസ്റ്റന്റ് വാല്യൂ, ഇൻവാലിഡ് കോൺസ്റ്റന്റ് വാല്യൂ. അപ്പോൾ എന്തോ ഒരു ഇഷ്യൂ അവിടെ ഉണ്ടായിട്ടുണ്ട്. നമുക്ക് നോക്കാം അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നെയിം നോൺ കോൺസ്റ്റന്റ് ഐഡന്റിഫയർ യൂസിങ് ലോവർ കാമൽ കേസ്. അപ്പോൾ ഈ പേര് ഇങ്ങനെ വേരിയബിൾ ഇടാൻ പാടില്ല എന്നാണ് അവർ ഉദ്ദേശിച്ചത് എന്നാണ് തോന്നുന്നത്. അപ്പോൾ നമ്മൾ ഓൾറെഡി എന്നുള്ളതിന്റെ അത് കഴിഞ്ഞതിന് ശേഷം എസ് ക്യാപിറ്റലാക്കണം. അങ്ങനെ ഇടുമ്പോൾ ഈ എറർ പോകേണ്ടതാണ്. അപ്പോൾ ഈ ഫൈനൽ കൊടുത്തോണ്ടാണെന്ന് തോന്നുന്നു കോൺസ്റ്റ് കൊടുക്കും. അപ്പോൾ ഇവിടെ ഓക്കെ ആയിട്ടുണ്ട്. സെമി കോളം മിസ്സിംഗ് ആയിരിക്കും. സെമി കോളം നമ്മൾ ഇട്ട് കൊടുത്തു. ഓൾറെഡി സേവ്ഡ് എന്നുള്ള ഓൾറെഡി സേവ്ഡ് ആണോ എന്ന് ചെക്ക് ചെയ്തിട്ട് ഇപ്പോൾ ഇവിടെ ഈ ഒരു ഫേവറേറ്റിന്റെ ഐക്കൺ മാറി ഫേവറേറ്റ് ബോർഡർ ആയിട്ട്. ഇനി ഫാൾസ് മാറ്റി ട്രൂ ആക്കി കഴിഞ്ഞാൽ എന്ന് സേവ് അടിച്ച സമയത്ത് ഇവിടെ പഴയ പോലെ നമ്മൾ ട്രൂ, അതായത് ഓൾറെഡി സേവ് ആക്കിയ അല്ലെങ്കിൽ ഫേവറേറ്റ് ആക്കിയ പേരിന്റെ നേരെ ഈ ഒരു ഇതേപോലെ ചുവപ്പ് കലർന്നിട്ടുള്ള ഐക്കണായിട്ട് മാറിയിട്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ഓൾറെഡി സേവ്ഡ് അത് ചെക്ക് ചെയ്യണം. അത് എവിടെ ചെക്ക് ചെയ്യണം, നമ്മൾ ഇപ്പോൾ ഇത് മാനുവലായിട്ടാണ് കൊടുത്തത് ട്രൂ ഫാൾസ്. അപ്പോൾ ഇവിടെ എന്താ ചെക്ക് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സജഷൻ വന്നിരിക്കുന്ന ഈ ഒരു സജഷൻ ഉണ്ടല്ലോ, ഈ ഒരു വേർഡ്, ആ ഒരു വേർഡ് എവിടെയോ ഒന്ന് നമ്മൾ സേവ് ചെയ്ത് എടുത്തു വെക്കണം. അതായത് സേവ് ആക്കുന്ന ഈ ഒരു സേവ് ചെയ്യാനും വേണ്ടി നമ്മൾ ഇതേപോലെ ഒരു വേർഡ് പെയർ, ഈ ഒരു വേർഡ് പെയറിന്റെ അറേ, ഈ ഒരു ലിസ്റ്റിലോട്ട് നമ്മളിപ്പോ സേവ് ചെയ്ത് വെച്ചിട്ടുള്ള വേരിയബിൾസ് എടുത്തു വെക്കണല്ലോ. അപ്പൊ അതിൽ എടുത്തു വെച്ചിട്ട് ഈ ഒരു സജഷൻ, ഈ ഒരു ലിസ്റ്റ്, ഈ ഒരു പേര്, ഫോർ എക്സാമ്പിൾ ഫസ്റ്റ് ഷോർട്ട് സ്കാറ്റ് എന്നുള്ള പേര്, ആ ഒരു സജഷൻ നമ്മൾ എടുത്ത് ഫേവറേറ്റ് ആക്കി വെച്ചതിലുണ്ടോ എന്ന് ചെക്ക് ചെയ്യാനുള്ള കാര്യങ്ങളാണ് ഇവിടെ എഴുതേണ്ടത്. അപ്പോൾ അതിൽ ഓൾറെഡി നമ്മൾ ഓൾറെഡി ഫേവറേറ്റ് ആക്കി വെച്ചിട്ടുണ്ടോ അതിന്റെ കോഡ് ഇവിടെ എഴുതണം. അപ്പൊ അതെങ്ങനെ ചെയ്യും, അതിന് നമ്മൾ ഒരു ഫൈനൽ ആയിട്ടുള്ള ഒരു അറേ കൂടെ ഉണ്ടാക്കി വെക്കും. ഈ സജഷന്റെ കൂടെ നമ്മൾ സേവ്ഡ് അല്ലെങ്കിൽ എന്താ പറയാ സേവ്ഡോ അല്ലെങ്കിൽ ഫേവറേറ്റഡോ ഫേവറേറ്റഡ് എന്ന് കൊടുക്കും. അപ്പോൾ ഫേവറേറ്റഡ് എന്ന് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സജഷനെ പോലെ തന്നെ ഫേവറേറ്റഡ് ആയിട്ടുള്ള ഒരു അറേ ലിസ്റ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഒരു ഫേവറേറ്റഡ് എന്ന വേരിയബിളിലായിരിക്കും നമ്മൾ ഫേവറേറ്റ് ആക്കാൻ, അല്ലെങ്കിൽ ഈ ഒരു പേര് നമ്മൾ ഫേവറേറ്റ് ആക്കി കഴിഞ്ഞാൽ സേവ് ചെയ്യാൻ പോകുന്നത്. അതിലേക്കാണ് എടുത്തു വെക്കുക. ഈ ഫേവറേറ്റഡിൽ നമ്മുടെ ഇപ്പോഴത്തെ സജഷൻ ഓഫ് ഇൻഡെക്സ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. മനസ്സിലായോ? അപ്പോൾ ഫേവറേറ്റഡ് ഡോട്ട് കണ്ടെയ്ൻസ്, ഇനി ഒരു എലമെന്റ് വെദർ ദ കളക്ഷൻ കണ്ടെയ്ൻസ് ആൻ എലമെന്റ് ഈക്വൽ ടു ഒരു കീ. അപ്പോൾ ഈ സജഷൻ ഓഫ് എലമെന്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സജഷൻ എന്ന ഈ അറയിൽ അല്ലെങ്കിൽ ഈ ഒരു ലിസ്റ്റിൽ ഈ ഇൻഡെക്സ് ഇത് വെച്ചിട്ടായിരിക്കും ചെക്ക് ചെയ്യാം. കറന്റ് ആയിട്ടുള്ള ഈ റോന്റെ വാല്യൂ, അതായത് ആ റോന്റെ എന്താ പറയാ സ്റ്റാർട്ടപ്പ് നെയിം കിടക്കുന്നത് സജഷൻ ഓഫ് ഇൻഡെക്സ് ആയിരിക്കും. ഇത് അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമില്ല മനസ്സിലാക്കാൻ. അപ്പൊ ഇത് കോൺസ്റ്റന്റ് ആയി കിടക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ എറർ കാണിക്കുന്ന വെച്ചാൽ കോൺസ്റ്റന്റ് വേരിയബിൾ മസ്റ്റ് ബി ഇനീഷ്യലൈസ്ഡ് വിത്ത് കോൺസ്റ്റന്റ് വാല്യൂ. അപ്പൊ ഇത് കോൺസ്റ്റന്റ് അല്ല, ഇത് നമുക്ക് ഫൈനൽ പോലെ ആക്കണം. അപ്പോൾ ഇത് ഫൈനൽ ആയിട്ട് ഇങ്ങനെയാണ് ഉണ്ടാവുക. അപ്പോൾ ഫൈനൽ ആക്കിയതിന് ശേഷം അപ്പൊ ഇവിടെ വീണ്ടും എറർ വന്നിട്ടുണ്ട്, ഇൻവാലിഡ് കോൺസ്റ്റന്റ് വാല്യൂ. അപ്പോൾ ഈ ഒരു കോൺസ്റ്റ് ഇവിടുന്ന് എടുത്ത് ഒഴിവാക്കി നോക്കാം. നമുക്ക് ഈ ഒരു കോൺസ്റ്റ് എടുത്ത് ഒഴിവാക്കിയപ്പോൾ ഇത് ഫൈനലാണ്. അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഓരോന്ന് ചെയ്ത് വരുമ്പോൾ അതിന്റെ ആവശ്യമില്ലാത്ത വേർഡ്സ് ഒക്കെ എടുത്ത് ഒഴിവാക്കി കഴിഞ്ഞാൽ അതിന്റെ ഇഷ്യൂ മാറും. ഈ ഒരു സമയത്ത് ഇതൊന്നും സേവ് ആക്കിയിട്ടില്ല, ഓൾറെഡി സേവ്ഡ് അല്ലെങ്കിൽ ഫേവറേറ്റ് ആക്കി വെച്ചിട്ട്
ഇല്ല ഈ പേരൊന്നും. അപ്പൊ നമ്മളൊന്നും ചെയ്തിട്ടില്ലല്ലോ. ഇനി നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഡിസൈൻ മാറി ഒരു ചുവപ്പ് ഫുൾ കലർന്നിട്ടുള്ള ഐക്കണായി മാറ്റും. അതങ്ങനെയാണ് വരിക. ഈ ഓൾറെഡി സേവ്ഡില് ആ ഫേവറേറ്റഡ് എന്നുള്ള ലിസ്റ്റിൽ ആ ഒരു ലൂപ്പിൽ ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്ന സ്റ്റാർട്ടപ്പ് നെയിം ഏതെങ്കിലും ആഡ് ചെയ്തിട്ടുണ്ടോ അതായിരിക്കും ഇവിടെ വരിക. അപ്പോൾ കറന്റ് ആയിട്ട് ഷോർട്ട് കാറ്റ് ഈ ഒരു ഓൾറെഡി ഈ ഷോർട്ട്സ് കാറ്റ് എന്ന പേര് ഈ ഫേവറേറ്റ് ആയിട്ടുള്ള ലിസ്റ്റിൽ ഉണ്ടോ ചെക്ക് ചെയ്യും. ആ ചെക്ക് ചെയ്തിട്ട് ഉണ്ടോ ഇല്ലേ എന്നുള്ള വാല്യൂ ആയിരിക്കും ഈ ഓൾറെഡി സേവ്ഡിൽ ഉണ്ടാവുക. അപ്പോൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഐക്കൺസ് ഡോട്ട് ഫേവറേറ്റും, ഇല്ല എന്നുണ്ടെങ്കിൽ ഫേവറേറ്റ് ബോർഡർ. ഇത്രയേ ഉള്ളൂ. ഇനി ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ കളറും മാറ്റേണ്ടി വരും. ഓക്കെ, അപ്പോൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ റെഡ് കാണിക്കുക, അല്ലാത്ത പക്ഷം ഒന്നും ഒരു കളറും കൊടുക്കണ്ട. അപ്പോൾ നമുക്ക് സെയിം മെത്തേഡ് നമ്മളിപ്പോൾ ആഡ് ചെയ്തിട്ടുള്ള മേലത്തെ ഓൾറെഡി ഐക്കണ് വേണ്ടി കൊടുത്തിട്ടുള്ള ഈ ഒരു സെയിം മെത്തേഡ് കളറിനും ചെയ്യണം. അപ്പോൾ ഓൾറെഡി സേവ്ഡ് ആണോ ആണെങ്കിൽ റെഡ്, അല്ലെങ്കിൽ എന്ത് നള്ള്, ചുമ്മാ നള്ള് കൊടുക്കുക. അത് നമുക്ക് കളർ വേണമെങ്കിൽ മാറ്റാം. ബ്ലാക്ക് കൊടുക്കാം, നീല കൊടുക്കാം, പച്ച കൊടുക്കാം. ഏത് കളർ നമുക്ക് ഇഷ്ടമുള്ള പോലെ ചറപ്പറ നമുക്ക് കൊടുക്കാൻ പറ്റും. ഈ കളറിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടം പോലെ ഇങ്ങനെ കളറൊക്കെ മാറ്റാനുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ കളറിൽ അത് പ്രാധാന്യമില്ല. ഒരു ഡിസൈൻ രീതിക്ക് ചിന്തിച്ചു കഴിഞ്ഞാൽ നല്ല കളർ കൊടുക്കുക, അത്രേ ഉള്ളൂ. നമ്മൾ പഠിക്കാൻ വേണ്ടി അങ്ങനെ കളർ നോക്കി ചെയ്യണം എന്നൊന്നുമില്ല. അതൊക്കെ നിങ്ങളുടെ ഓരോരുത്തരുടെ ഇഷ്ടം. അപ്പൊ അതനുസരിച്ച് കളർ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക. ഇപ്പോ ഇത് ഓൾറെഡി സേവ്ഡ് അല്ലെങ്കിൽ ഉള്ള രീതിയാണ് ഇപ്പോൾ ഒരു ഗ്രേ പോലെ കളർ ഒന്നും ഇല്ലാതെ കാണിക്കുന്നത്. ഇനി സെമന്റിക് ലേബൽ, അതായത് നമ്മൾ അക്സസിബിലിറ്റിയിൽ പറയുന്ന ആ ഒരു സാധനം മാറ്റാൻ പോകുക. അപ്പോൾ ഓൾറെഡി സേവ്ഡ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ചുമ്മാ റിമൂവ് ഫ്രം സേവ്ഡ് അങ്ങനെ എന്തെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കും. റിമൂവ് ഫ്രം ഫേവറേറ്റ്സ്. ഫേവറേറ്റ് സ്പെല്ലിംഗ് എന്താണ്? ഫേവറേറ്റ് സ്പെല്ലിംഗ് എന്താണ്? ആരെങ്കിലും അങ്ങനെ തന്നെയാണോ? ഫേവറേറ്റ്സ് സ്പെല്ലിംഗ് കറക്റ്റ് ആണല്ലോ. ഫേവറേറ്റിന്റെ സ്പെല്ലിംഗ് കറക്റ്റ് ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ കൊടുത്ത സ്പെല്ലിംഗ് തെറ്റാണ്. ഫേവറേറ്റഡിന്റെ സ്പെല്ലിംഗ് ഫേവറേറ്റിന്റെ സ്പെല്ലിംഗ് കറക്റ്റ് ആക്കുകയാണ്. ഇത് മാറ്റാം. ഫേവറേറ്റ് ഇപ്പോൾ മാറ്റിയത് നമുക്ക് റീപ്ലേസ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ കറക്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ റിമൂവ് ഫ്രം ഫേവറേറ്റ്സ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് ഈ ഓൾറെഡി സേവ്ഡ് ആണെങ്കിൽ. അല്ലെങ്കിൽ ആഡ് ടു ഫേവറേറ്റ്സ് സിമ്പിൾ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്തു. ഇനി ഇവിടെ ക്ലിക്ക് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ ചെയ്യണം. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഫേവറേറ്റ് അല്ലെങ്കിൽ അതിലേക്ക് ആ ഒരു ഫേവറേറ്റഡ് ആയിട്ടുള്ള ലിസ്റ്റിലോട്ട് നമ്മൾ ആഡ് ചെയ്ത കാര്യങ്ങൾ കാണിക്കാനുള്ള കാര്യങ്ങളാണ് ഇനി ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കും. സോ ഇനി നമ്മൾ ഈ ഒരു ഫേവറേറ്റ് ഐക്കൺ അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിനൊരു ഇന്റർ ആക്ടിവിറ്റി, അങ്ങനെ തന്നെയല്ല പറയാം, ക്ലിക്ക് ചെയ്യുമ്പോൾ അതിനൊരു ആക്ഷൻ നടക്കണമല്ലോ. ഇവിടെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഫേവറേറ്റ് ആക്കണം, വീണ്ടും ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ആ ഫേവറേറ്റിന് അത് എടുത്ത് ഒഴിവാക്കണം. അതാണ് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു ലിസ്റ്റ് ടൈല് ഇവിടെ വെച്ച് കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഇവിടെ ഈ ഒരു ലിസ്റ്റ് ടൈല് അതിൽ വെച്ച് കഴിഞ്ഞാൽ ഓൺ ടാപ്പ് എന്നുള്ള ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. ഓൺ ടാപ്പ്. അപ്പോൾ ഈ ഓൺ ടാപ്പ് എന്നുള്ള ഒരു ഫംഗ്ഷൻ, ആ ഒരു ഫംഗ്ഷനിലോട്ടായിരിക്കും അത് പോവുക. അപ്പോൾ ഓൺ ടാപ്പ് നമ്മൾ ഇവിടെ ആഡ് ചെയ്യണം. ഓൺ ടാപ്പ് ട്രെയിലിംഗ് ഒക്കെ ആഡ് ചെയ്ത പോലെ ഓൺ ടാപ്പ് നമ്മൾ ആഡ് ചെയ്യണം. ഓൺ ടാപ്പിൽ നമ്മൾ സെറ്റ് സ്റ്റേറ്റ് കോൾ ചെയ്യണം. എന്താണ് സെറ്റ് സ്റ്റേറ്റ്? അതൊക്കെ മുമ്പത്തെ ആപ്ലിക്കേഷനിൽ പറഞ്ഞിട്ടുണ്ട്. സെറ്റ് സ്റ്റേറ്റ് കോൾ ചെയ്താൽ മാത്രമേ നമ്മുടെ ആപ്ലിക്കേഷനിൽ UI ചേഞ്ചസ് റിഫ്ലക്റ്റ് ആവുള്ളൂ. അതായത് നമ്മൾ UIയിൽ എന്തെങ്കിലും ചേഞ്ച് വരുത്തിയിട്ടുണ്ടെങ്കിൽ അത് ആപ്ലിക്കേഷനിൽ കാണണം എന്നുണ്ടെങ്കിൽ സെറ്റ് സ്റ്റേറ്റ് കോൾ ആക്കും. അപ്പോൾ സെറ്റ് സ്റ്റേറ്റ് എന്നുള്ള ഇത് നമ്മൾ വിളിക്കുകയാണ്. സെറ്റ് സ്റ്റേറ്റ് വിളിച്ചിട്ട് ഇനി നമ്മൾ ഓൾറെഡി സേവ്ഡ് ആണോ ചെക്ക് ചെയ്യണം. ഇഫ് ഓൾറെഡി സേവ്ഡ്, ഓൾറെഡി സേവ്ഡ് ആണ് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഓൾറെഡി സേവ്ഡ് ആണെങ്കിൽ എന്ത് ചെയ്യണം? അതാണ് ഞാൻ ചോദിക്കുന്നത്. ഓൾറെഡി സേവ്ഡ് ആണെങ്കിൽ എന്ത് ചെയ്യണം? ഓൾറെഡി സേവ്ഡ് ആണെങ്കിൽ എടുത്തൊഴിവാക്കണം. ഏതെന്ന് എടുത്തൊഴിവാക്കണം? ഈ ഒരു ഫേവറേറ്റിൽ നിന്ന് എടുത്തൊഴിവാക്കണം. ഏതെടുത്തൊഴിവാക്കണം? ക്ലിക്ക് ചെയ്യുന്ന സാധനം ആ ഫേവറേറ്റ് എന്നുള്ള അറേന്ന് റിമൂവ് ചെയ്യുക അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്യുക. റിമൂവ് ചെയ്യാനുള്ള കാര്യമാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പൊ ഏത് വാല്യൂ എടുത്ത് ഒഴിവാക്കണം? ഓൾറെഡി സേവ്ഡ്. അപ്പോൾ ആ ഒരു ഫേവറേറ്റിൽ നിന്ന് കറന്റ് ആയിട്ട് ഓൺ ടാപ്പ് ചെയ്ത ആ ഒരു സ്ട്രിങ്, ആ ഒരു പേര് എടുത്ത് ഒഴിവാക്കുക. ഓക്കെ, ആ ഒരു പേര് എവിടുന്ന് കിട്ടും? ഇതാണ് ഇപ്പോഴത്തെ എന്റെ സംശയം. ആ ഒരു പേര് ഇതാ ഇവിടുന്ന് കിട്ടും. സജഷൻസ് ഓഫ് ഇൻഡെക്സ്. കറന്റ് ആയിട്ടുള്ള സ്ട്രിങ് ഇവിടെയാണ് ഉള്ളത്. സജഷൻസ് ഓഫ് ഇൻഡെക്സ് അത് നമ്മൾ കൊടുക്കുക. ഇത്രേ ഉള്ളൂ. എന്നിട്ട് സെമി കോളൻ അത് ഇവിടെ മസ്റ്റ് ആണ്. അപ്പൊ ഈ ഓൾറെഡി സേവ്ഡ് ആണെങ്കിൽ ഫേവറേറ്റഡ് നിന്ന് റിമൂവ് ആക്കും. എൽസ് ഓൾറെഡി സേവ്ഡ് അല്ല. അപ്പൊ ഇനി ഫേവറേറ്റഡ് നിന്ന് നമ്മൾ ആഡ് ആക്കണം. അപ്പോൾ അത് ഇവിടുത്തെ കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് റിമൂവിന് പകരം ആഡ് കൊടുക്കും. സിമ്പിൾ. അത്രേ ചെയ്തിട്ടുള്ളൂ. ഇനി ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ക്ലിക്ക് ചെയ്തപ്പോൾ ആ ഒരു ക്ലിക്ക് ചെയ്തു, അത് ഫേവറേറ്റിൽ ആഡായി. ഇപ്പോ ഈ ഒരു എന്താ പറയാ, നമ്മൾ ക്ലിക്ക് ചെയ്തപ്പോൾ ചുവപ്പ് കത്തി.
അതാണ് നമ്മളെ പവർ. നമ്മൾ ചെയ്തത് വർക്കായി, ഇനി വീണ്ടും ക്ലിക്ക് ചെയ്താൽ അത് പോകും. നമ്മൾ സംഭവല്ലേ, ക്ലിക്ക് ചെയ്തു, ചുവപ്പ് കത്തി, ഇതൊക്കെ ഫേവറേറ്റിൽ ആഡായി എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ ഈ 4 പേരും ഫേവറേറ്റിൽ ആഡായി. നമ്മൾ ലാസ്റ്റ് ആയിട്ട് ഫേം ജീൻസും ഫേവറേറ്റിൽ ആഡായി. ഇത് കളഞ്ഞു, ഇത് വർക്കായി. ഇത് ഇത്രയേ ഉള്ളൂ ഒരു ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ. നിങ്ങൾ വിചാരിക്കുന്നത് വലിയ സംഭവമൊന്നുമല്ല. ഇനി നമ്മൾ പോകുന്നത് ഈ ഒരു ഫേവറേറ്റ് ആക്കിയത് ഒരു ലിസ്റ്റ് ആക്കി വെക്കാൻ. ഇപ്പൊ 4 നമ്മൾ ആക്കിയല്ലോ, അല്ലെങ്കിൽ ഈ പ്ലെയിൻ ലോക്ക് നമ്മൾ 5 ആക്കി. ഈ 5 ഇവിടെ ഒരു ഐക്കൺ ആഡ് ചെയ്തിട്ട് അത് ക്ലിക്ക് ചെയ്തിട്ട് അത് ലിസ്റ്റ് ആക്കാണ്. ഇനി നമ്മൾ പോകുന്നത് അതിലോട്ടാണ്. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ ഫ്ലട്ടറിൽ ഒരു പുതിയ റൗട്ട് ആഡ് ചെയ്യും. റൗട്ട് മീൻസ് പുതിയൊരു പേജ് ആഡ് ചെയ്യാൻ പോവുകയാണ് സുഹൃത്തുക്കളെ.